2 ദിവസമായി ആശാ വർക്കർമാർ നടത്തിവന്ന രാപ്പകൽ സമരം ഇന്നിവിടെ അവസാനിക്കുകയാണ്. സമരത്തിലൂടെ എന്തെല്ലാം ഇവർ നേടിയെടുത്തെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. ഞങ്ങൾ പ്രധാനമായും 4 മുദ്രാവാക്യങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 8ഓളം മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും മറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടി ഇടപെട്ടുകൊണ്ട് നടപ്പാക്കേണ്ട മുദ്രാവാക്യങ്ങളാണ് 4 എണ്ണവും. എന്നാൽ ബാക്കി 4 എണ്ണം DHS ഇടപെട്ടാൽ നടക്കുന്നതാണ്. അത് പ്രത്യേകിച്ചും ഫണ്ട് നീക്കി വെക്കാതെ നടത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി അതിൻ്റെ ചർച്ച നടത്തി പരിഹരിച്ചേ ഞങ്ങൾ പോവുള്ളൂ, അവസാനിപ്പിക്കുള്ളൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ 6-ാം തീയതി വൈകുന്നേരം സമരം ആരംഭിച്ച് അന്ന് വൈകുന്നേരം 5 മണിക്ക് തന്നെ DHSലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം ഇരുന്നു കൊണ്ട് CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സുനിൽകുമാർ സഖാവ് പങ്കെടുത്തുകൊണ്ട് നമ്മുടെ സംഘടനാ നേതൃത്വങ്ങളും പങ്കെടുത്തുകൊണ്ട് ചർച്ച നടന്നതിൽ ആശമാർ മുന്നോട്ട് വെച്ച ഉപാധികൾ അവർ അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാവുകയും ആശമാരുടെ സർക്കുലർ പരിഷ്കരിക്കുന്നതിനായി DHSലെയും NHMലെയും ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. പ്രസ്തുത കമ്മിറ്റി പഠനം നടത്തി ഉപാധിരഹിത ഹോണറേറിയം സംബന്ധിച്ച തീരുമാനത്തിനായി 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകുവാൻ വേണ്ടി തീരുമാനിച്ചു. പ്രസ്തുത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തീരുമാനം വരുന്നതുവരെ ഉപാധികളിൽ നിലവിലെ 10-ൽ 5 ഉപാധി പൂർത്തീകരിച്ചാൽ ആശമാർക്ക് ഹോണറേറിയം മുഴുവനായും വാങ്ങാം എന്നുള്ള തീരുമാനം വന്നു. നേരത്തെ 10 ഉപാധിയായിരുന്നു ഹോണറേറിയത്തിന് വെച്ചിരുന്നതെങ്കിൽ ആ ഉപാധി തീർത്തും മാറ്റുന്നത് വരെ ഈ മാസം മുതൽ തന്നെ 5 ക്രൈറ്റീരിയ ചെയ്തു കഴിഞ്ഞാൽ 10 ക്രൈറ്റീരിയയ്ക്ക് വെച്ച് ആനുകൂല്യവും ലഭിക്കും എന്നുള്ള രൂപത്തിലേക്ക് വന്നു. അതുപോലെ തന്നെ ശൈലിയിലെ OTP സംവിധാനം ചൊവ്വാഴ്ച മുതൽ നിർത്തലാക്കും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. NCDCയുമായി ബന്ധപ്പെട്ട പ്രധാന ഞങ്ങളുടെ നിർദ്ദേശം അതായിരുന്നു. NCDCയുമായി ബന്ധപ്പെട്ടുള്ള സർവേകൾ ഇപ്പം ശൈലി ആപ്പ് എന്ന രൂപത്തിൽ സർവേ നടത്തുന്ന സമയത്ത് ലെപ്രസിയുടെയും TBയുടെയും സർവേകൾ അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. എന്നാൽ വീണ്ടും ആ ലെപ്രസിയുടെയും TBയുടെയും സർവേ വീടാന്തരം കയറി വീട്ടിൽ മാർക്ക് ചെയ്തുകൊണ്ട് ഒരു പുരുഷ വളണ്ടിയറെയും കൂട്ടി പരിശോധിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനമായിരുന്നു. അത് ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ആണ് ഈ സമരത്തിലേക്ക് വന്നിട്ടുള്ളത്. അതിന് ഒരു ഉപാധി വെച്ചത് ഇനി നിങ്ങൾ വീട് അതിന് മാത്രം കയറേണ്ടതില്ല, ഒരു വീട്ടിലും പോയി മാർക്ക് ചെയ്യേണ്ടതില്ല. നേരത്തെ ശൈലി ആപ്പ് ചെയ്ത സമയത്ത് ലെപ്രസീൻ്റെ സർവേയും ചെയ്തിട്ടുണ്ട്. അതിൽ കിട്ടിയ നിങ്ങളുടെ അനുഭവങ്ങൾ അത് ബന്ധപ്പെട്ട ഫോർമാറ്റിൽ രേഖപ്പെടുത്തി കൊടുക്കുക. ഇനി ബാക്കിയുള്ള സർവേ ചെയ്യുന്ന സമയത്ത് ആ ലെപ്രസിയുടെ സർവേയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടി ആ വീടുകളിൽ നോക്കിയിട്ട് നിങ്ങൾ ഫോർമാറ്റിൽ രേഖപ്പെടുത്തി കൊടുത്താൽ മതി എന്നുള്ളതാണ് തീരുമാനം. എന്തായാലും ഞങ്ങളുടെ ഈ സമരത്തിൽ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളൊക്കെ വിജയിച്ചതായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ഒന്ന് വെച്ചിട്ടുള്ളത്, ഞങ്ങൾക്ക് ഈ ശൈലി സർവേക്ക് 2000 രൂപ നൽകുമെന്ന് പറഞ്ഞിരുന്നു മാസത്തിൽ. അത് നൽകാൻ വേണ്ടി തീരുമാനമായിട്ടില്ല. അത് ഇപ്പം ഞങ്ങൾ ഈ ചർച്ചയിൽ ഉന്നയിച്ച സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റിന് അയച്ചിട്ടുണ്ട്. മാർച്ചോടുകൂടി അത് ഏകദേശം നടപ്പാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ വെച്ച മുദ്രാവാക്യത്തിൽ പൂർണ്ണമായും അംഗീകരിച്ചിട്ടുള്ളത്. നമ്മളുടെ ഹോണറേറിയം വർദ്ധിപ്പിക്കുന്നതും പ്രായപരിധി നിശ്ചയിക്കുന്നതും ആരോഗ്യവകുപ്പ് മന്ത്രി കൂടി ഇരുന്നു കൊണ്ട് ഒരു ചർച്ച കൂടി നടത്തി പരിഹരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്.